ആരോഗ്യമന്ത്രി വീണ ജോർജിനു നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ പ്രതിഷേധത്തിൽ പോലീസ് തയ്യാറാക്കിയ എഫ്ഐആർ നിയമവൃത്തങ്ങളിൽ ചർച്ചയാകുന്നു. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ തെളിയാത്ത അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനും ജാമ്യം നിഷേധിക്കാനും ഉതകുന്ന വിധത്തിലുള്ള ഒരു മാതൃക എഫ്ഐആർ ആണ് പോലീസ് ചമച്ചിരിക്കുന്നത്. മന്ത്രിയുടെ ഗൺമാൻ MS അഭിലാഷിന്റെ മൊഴി പ്രകാരം തയ്യാറാക്കിയ എഫ്ഐആർ തികച്ചും നാടകീയമാണ്. പ്രതികൾ റെയിൽവേ സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി കൊല്ലട എന്ന് ആക്രോശിച്ച് മാരകായുധവുമായി മന്ത്രിക്ക് നേരെ ചാടി വീഴുകയായിരുന്നു. മന്ത്രിയുടെ കഴുത്തിന് ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്നും എഫ്ഐആറിൽ പ്രത്യേകം പരാമർശിക്കുന്നു. കഴുത്തിന് മുകളിൽ ആക്രമിക്കുന്നത് വധശ്രമമായി എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാം എന്ന നിയമവശം കൃത്യമായി ഉപയോഗിക്കപ്പെട്ട എഫ്ഐആർ ആണിത്. മന്ത്രിയെയും ഗൺമാനെയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്ന് തടഞ്ഞുവെന്നും ഗൺമാനെ കൈകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെയും ജോലി തടസ്സപ്പെടുത്തുന്നത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇത്തരത്തിൽ പഴുതടച്ചുള്ള വകുപ്പുകൾ ചേർത്തതോടെ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ അടക്കമുള്ള 5 പ്രതികളുടെയും റിമാൻഡ് നടപടികൾ വേഗത്തിലായി. സ്റ്റേഷനിലെ ദൃശ്യങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധവും വാക്കുതർക്കവുമാണ് പ്രകടമെങ്കിലും പോലീസ് മൊഴിയിൽ മാരകായുധം എന്ന പ്രയോഗം ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമാണ്. പ്രതികൾ കരുതലോടും കൃത്യമായ പ്ലാനിങ്ങോടും കൂടിയാണ് എത്തിയതെന്ന് വരുത്തി തീർക്കാനുള്ള പോലീസിന്റെ ജാഗ്രത എഫ്ഐആറിൽ പ്രകടമാണ്. മന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പേരിൽ കണ്ണൂരിൽ CPM വ്യാപകമായ പ്രത്യാക്രമണം അഴിച്ചുവിട്ടു. കോടിയേരിയിലെ കോൺഗ്രസ് ഓഫീസിന് തീയിടുകയും DCC ഓഫീസിന് നേരെ കല്ലേറുണ്ടാവുകയും ചെയ്തു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിക്ക് അക്രമത്തിൽ പരിക്കേറ്റു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും രാഷ്ട്രീയ സംഘർഷം പടരുകയാണ്. മന്ത്രിയെ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും സ്കാനിംഗ് ഫലവും പുറത്തു വരുന്നതോടെ കേസിന്റെ ഗതി മാറിയേക്കാം. എങ്കിലും പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് പ്രതികളെ സംബന്ധിച്ചിടത്തോളം വലിയ നിയമക്കുരുക്കായി മാറിക്കഴിഞ്ഞു. അതേസമയം ഇത് മന്ത്രിയുടെ അഭിനയമാണെന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു അതിക്രമത്തിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കാരണം മന്ത്രിയെ ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പ്രതിഷേധ സൂചകമായി കരിങ്കൊടി പ്രതിഷേധമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോഴാണ് അവരെ പോലീസുകാർ വന്ന് പിടിച്ചു മാറ്റിയത്. ഇതിനിടയ്ക്ക് മന്ത്രിയെ ആക്രമിക്കാനൊന്നും ശ്രമിച്ചിരുന്നില്ല എന്നാണ് കോൺഗ്രസുകാരടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കനത്ത സൈബർ ആക്രമണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.